الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കാരുണ്യവാനായ അല്ലാഹു ഈ അസറിന് ശേഷമുള്ള പ്രധാനപ്പെട്ട സമയത്തെ അവൻ്റെ വിശുദ്ധമായ ഖുർആനും തിരു ഹദീസുകളും മുൻനിർത്തിയുള്ള ഒരു സംസാരത്തിന്, അത് കേൾക്കുന്നതിന്, ജീവിതത്തിൽ അതനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയ നമ്മെ കബൂലാക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനിൻ്റെ ഹദീസിൻ്റെ ഒക്കെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ ഹൃദയങ്ങൾക്ക് മാറ്റമുള്ള, ജീവിതത്തെ തന്നെ നാളെ ആഖിറത്തിന് വേണ്ടി പ്രചോദിതമാക്കുന്ന ഒരവസ്ഥ അല്ലാഹു നമ്മിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ പല സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്, മദ്രസകൾ നടക്കുന്നുണ്ട്. അൽ-ഉസ്വയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെയൊക്കെ അല്ലാഹു ആ കൂട്ടത്തിൽ ഉന്നതിയിലെത്തിക്കുകയും സ്ഥാപനത്തെ ഭൗതിക ആത്മീയ മേഖലകളിൽ ഉമ്മത്തിന് പ്രയോജനപ്പെടുന്ന വലിയൊരു സംരംഭമായി, സ്ഥാപന സമുച്ചയമായി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചതിൻ്റെ പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമയത്തെ സംസാരം അതുമായി ബന്ധപ്പെട്ടായിരിക്കണമെന്ന് പ്രിയപ്പെട്ട മുനീർ മൗലവി എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ കരാളികുളം അല്ലേ, പരിസര പ്രദേശങ്ങൾ, അമാടൊക്കെ പരിസര പ്രദേശങ്ങളിലെ സ്ഥാനാർത്ഥികൾ, അവരുമായി ബന്ധപ്പെട്ട പാർട്ടി പ്രവർത്തകർ വ്യാപകമായി നമ്മുടെ വീടുകളിൽ വരുന്നുണ്ട്, വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇവരിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന ഒന്നുകിൽ ചില ആളുകൾ ഒരു ഉറപ്പിലാണ്, ഞങ്ങൾ ഇന്ന ആൾക്ക് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന്. മറ്റു ചില ആളുകൾ വരുന്ന ആളുകളുടെ ശൈലികൾ നോക്കി അവരുടെ വാഗ്ദാനങ്ങൾ മനസ്സിലാക്കി അവർക്ക് വോട്ട് ചെയ്യാം എന്ന് കരുതുന്നവരുണ്ട്. ചില ആളുകൾ ഇനി ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ഇതുവരെയും തീരുമാനമാകാതെ ആശങ്കയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നവരുമുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കൽ ഒരു മതഭാഷണത്തിൽ യോജ്യമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇസ്ലാമിന് എല്ലാ വിഷയങ്ങളിലും കാഴ്ചപ്പാടുള്ളതുപോലെ തെരഞ്ഞെടുപ്പുകളെ പറ്റി, ഇലക്ഷനെ പറ്റി ഖുർആനും ഹദീസും എന്ത് പറയുന്നു എന്ന് പഠിക്കൽ ഒരു മുസ്ലിമിൻ്റെ ദൗത്യമാണ്. ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായി കിടക്കുന്ന ഒരു വളരെ പരിതാപകരമായ, വേദനാജനകമായ, ഒരുപക്ഷെ ആളുകൾ പരിഭ്രാന്തരായ ഒരു സാഹചര്യം, നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോയി പറിച്ച് നട്ടാൽ മാത്രമേ ആ സാഹചര്യം നമുക്ക് ശരിക്ക് മനസ്സിലാവുള്ളൂ. ഹബീബായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ എല്ലാം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചിട്ടായിരുന്നു അവരുടെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ആ ഹബീബ് ഇങ്ങനെ വഫാത്തായി എന്ന് കേട്ടപ്പോൾ മാനസിക നിയന്ത്രണം വിട്ടുപോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാം. മനസ്സിലൊരു ചെറിയ വിഭ്രാന്തി പോലെ വന്നിട്ട് ആരാണ് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് എന്ന്, വഫാത്തായി എന്ന്? അവൻ്റെ തല ഞാൻ അറുക്കുമെന്ന് പറഞ്ഞിട്ട് മാനസികമായ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി. എൻ്റെ ഹബീബ് മരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഉമറിനെ, ഏത് ഉമറിനെ റളിയല്ലാഹു അൻഹു? വളരെ ധൈര്യശാലിയായിരുന്ന, ഒരുപക്ഷെ ദേഷ്യക്കാരനായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാനസിക നിയന്ത്രണം പോലും വിട്ടുപോയി എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ പിശാച് ഉമർ വരുന്ന വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കും എന്ന് പരിചയപ്പെടുത്തിയ, എല്ലാത്തിനും ആരോഗ്യദൃഢഗാത്രം മാത്രമല്ല മനസ്സിൻ്റെ ഇച്ഛകളെയും പൈശാചിക പിരിമുറുക്കങ്ങളെയും പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന് പരിസരബോധം കുറച്ചു നേരത്തേക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇടപെട്ടിട്ടാണല്ലോ ആ വിഷയമൊക്കെ പരിഹരിച്ചത്. ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ മദീനയിലെ പ്രബല വിഭാഗമാണ് ഖസ്റജ് വിഭാഗക്കാരായ ആളുകൾ, ബനൂ സായിദ ഗോത്രക്കാർ. ഈ ഗോത്രക്കാർ അവർ ചേർന്നിട്ട് ഒരു ചെറിയ ഷൂർ നടത്തുന്നുണ്ടായി, ഒരു കൂടിയാലോചന. എന്തായിരുന്നു ആ കൂടിയാലോചനയുടെ ലക്ഷ്യം? പാരമ്പര്യമായി ബനൂ സായിദ ഗോത്രമാണ് അധികാരം കൈയാളിയിരുന്നത്. അവർക്കാണ് അധികാരം കൈയാളാനുള്ള അവകാശമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, ഇനി അധികാരം ആര് ഏറ്റെടുക്കും? ഇതായിരുന്നു ഷൂറയുടെ പ്രമേയം. കാണാൻ കഴിയും ഈ ഗോത്ര വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഷൂറയെ പറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വിവരം ലഭിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അങ്ങോട്ട് കടന്നു ചെന്നു. എന്നിട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവർ പറഞ്ഞു, മിന്ന അമീറുൻ വമിൻകും അമീർ, ഞങ്ങളുടെ ഒരു നേതാവും നിങ്ങളിൽ നിന്നൊരു നേതാവും രണ്ടുപേരും ഉണ്ടാകട്ടെ, നമ്മുടെ നാട് ഭരിക്കാൻ, നേതൃത്വം നൽകാൻ, ഖലീഫയാകാൻ, അങ്ങനെ ഒരു സംവിധാനത്തെ പറ്റിയിട്ടാണ് ഞങ്ങളുടെ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന സമയത്ത് ആദരവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒപ്പം കഴിഞ്ഞ സമയത്ത് അവിടുന്ന് റസൂലുള്ളാഹിയിൽ നിന്ന് നേരിട്ട് പഠിച്ച കുറേ ഹദീസുകളുണ്ട്. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരായിരിക്കണം ഖലീഫ എന്ന് കൃത്യമായി പറഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അറിയും. ഖുറൈശികളിൽ നിന്നാണ് ഖലീഫ ഉണ്ടാകേണ്ടത്. അൽ ഖലീഫത്തു മിനൽ ഖുറൈശ്, അങ്ങനെ ഒരു വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പറയിപ്പിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ഹദീസ് കേട്ട വ്യക്തിയാണ്. അപ്പോൾ ആരിൽ നിന്നായിരിക്കണം ഖലീഫയുണ്ടാകേണ്ടത് എന്നത് ഒരുപക്ഷെ അന്നുണ്ടായിരുന്ന ഈ ബനൂ സായിദ ഗോത്രത്തിന് അറിയില്ലായിരുന്നു. ഖലീഫയെ പറ്റിയിട്ട് എന്താകണമെന്ന് അവർ ചിന്തിച്ചത് അവരുടെ നാട്ടിൽ മുമ്പുണ്ടായിരുന്ന സംവിധാനം, അത് ഞങ്ങളിൽപ്പെട്ട പ്രബല വിഭാഗങ്ങൾ, അൻസാരികളായ പ്രബല വിഭാഗങ്ങളായതുകൊണ്ട് അൽ അമീറു മിനൽ ഖുറൈശ്, അൽ ഖലീഫത്തു മിനൽ ഖുറൈശ് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് തുല്യമായ ഒരു വാക്ക് അവിടെ നിന്ന് പറയുകയുണ്ടായി. ഖുറൈശികളിൽ നിന്നായിരിക്കണം ഖലീഫ ഉണ്ടാകേണ്ടത്, ഖുറൈശികളിൽ നിന്നായിരിക്കണം അമീർ ഉണ്ടാകേണ്ടത് എന്ന് പറയുന്ന ഒരു വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായി. അൽ അഇമ്മത്തു മിനൽ ഖുറൈശ് എന്നാണ് കൃത്യമായി പറഞ്ഞാൽ. അൽ അഇമ്മത്തു മിനൽ ഖുറൈശ്, ഖുറൈശികളിൽ നിന്നായിരിക്കണം നേതൃത്വം ഉണ്ടാകേണ്ടത് എന്നുള്ള വാക്ക്. ഇത് പറഞ്ഞപ്പോൾ ബനൂ സായിദ ഗോത്രം പിന്നീട് ഒന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു, ഇനി ചർച്ചയില്ല, ഖുറൈശികൾ തന്നെയാകണം ഖലീഫമാർ, ഇനി ആരാകണം എന്നതേ അവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകരം ഇമാമത്തിനെ ഏൽപ്പിച്ചതാരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇനി ഒരു ഖലീഫയാകാനുള്ള എല്ലാ ക്വാളിറ്റിയും സാഹചര്യവും പ്രവാചക ജീവിതത്തിൽ നിന്നുള്ള സൂചനകളും സഹാബത്തിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൽ വലിയ ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന് എല്ലാവരും കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന ഒരു നേതാവിലേക്ക് ചർച്ച ചുരുക്കുകയും അവരെല്ലാവരും കൂടെ ചേർന്ന് ബൈഅത്ത് ചെയ്തുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്ത് ഖലീഫയാക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ,
ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം ചുരുക്കത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ആദ്യ ഭരണാധികാരി അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ പിന്നീടുള്ള ആദ്യത്തെ ഖലീഫ, 4 ഖലീഫമാരിലെ ആദ്യ ഖലീഫ, ആ ഖലീഫയെ തിരഞ്ഞെടുക്കപ്പെട്ടത് സമൂഹത്തിൻ്റെ ശൂറയുടെ ഫലമായിരുന്നു എന്ന് കാണാൻ കഴിയും. അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സഹാബിമാർ അവർ ശുറ ചെയ്തു, പ്രധാനപ്പെട്ട ആളുകൾ ശുറ ചെയ്തു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് നിർദ്ദേശിച്ചു, എല്ലാവരും ബൈഅത്ത് ചെയ്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം കഴിയുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്ത ഖലീഫ ആരാകണമെന്ന പേര് നിർദ്ദേശിച്ചിരുന്നുവെന്ന് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ട് ഖലീഫ തന്നെ ഇനി അടുത്ത് വരാൻ പോകുന്ന ആളിന്റെ പേര് പറഞ്ഞതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെയും കാലഘട്ടം കഴിയുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടം കഴിയുമ്പോൾ ഇനി ആരാകണം ഖലീഫ എന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് കിടക്കുന്ന സമയം നമുക്കൊക്കെ ചരിത്രം അറിയും. ആ വെട്ടേറ്റ് കിടക്കുന്ന സമയത്ത് സ്വർഗാവകാശികളായ അന്നുണ്ടായിരുന്ന 7ഓളം സഹാബത്തിന്റെ അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട 7 സഹാബത്ത് അന്നുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. ആ 7 സഹാബത്തിന്റെ പേര് പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിൽ ഒരാളിന്റെ പേര് ഖലീഫയാകാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്തതിന്റെ പേരിൽ അവിടുന്ന് പറഞ്ഞില്ല എന്ന് കാണും. വളരെ ശ്രദ്ധിക്കണം, ഒരാളിന്റെ പേര് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണ് കാരണം എന്നറിയോ? സ്വർഗം കൊണ്ട് സുവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽപ്പെട്ട ഒരു സഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നമ്മുടെ മലയാള ഭാഷയിൽ ബന്ധം പറഞ്ഞാൽ അളിയനായിരുന്നു. ആ അളിയനെ ഒരുപക്ഷെ ബന്ധത്തിന്റെ പേരിൽ ഞാൻ ഖലീഫയായി നാമനിർദ്ദേശം ചെയ്തതാണ് എന്ന് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം ലഭിക്കുമോ എന്ന് പേടിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പേരൊഴിവാക്കി ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. പിന്നീട് പറഞ്ഞത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. ഇങ്ങനെ തുടർന്നുള്ള സഹാബിമാരുടെ പേരുകൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവരിൽ നിന്ന് ആരെയെങ്കിലും തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഇവരെ ആലോചിച്ചിട്ട് ആരെയെങ്കിലും തിരഞ്ഞെടുക്കണം. പ്രിയമുള്ളവരെ, ഒരു സംഘത്തെ അതിന്റെ ചുമതല ഏൽപ്പിക്കുകയാണ്. ഒരു ഉന്നത അധികാര സഭയെ, ഷൂറ കൗൺസിലിനെ അതിന്റെ ചുമതല ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അവർ തിരഞ്ഞെടുത്തു ആരാകണം അടുത്ത ഖലീഫ എന്ന്. ആ ഖലീഫയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് നമുക്കറിയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. പിന്നീട് അലി റളിയല്ലാഹു അൻഹു വന്നു. ഇതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും ഏതാണ്ട് സമാന സാഹചര്യത്തിൽ ബൈഅത്ത് ചെയ്യപ്പെട്ടുകൊണ്ട് വന്നവരാണ്. അഥവാ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഒരു ജനാധിപത്യപരമായ ശൈലി എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളീകരിച്ച് പറയാം. ഇന്നത്തെ നമ്മുടെ ജനാധിപത്യം ആണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അതിലൊരു ജനാധിപത്യ സ്വഭാവമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരു ജനാധിപത്യ സ്വഭാവമുണ്ട്. സമൂഹത്തിന്റെ അഭിപ്രായ സ്വരൂപണത്തിന് അവിടെ കാര്യമായ പങ്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ തെളിവ് പിടിച്ചിട്ട് വേണമെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യ തെരഞ്ഞെടുപ്പുകൾക്ക് നമുക്ക് മുസ്ലിമീങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു തെളിവായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഖിലാഫത്തിന്റെ ഏറ്റെടുക്കൽ നമുക്ക് സ്വീകരിക്കാം. പൂർണ്ണമായി അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതിന്റെ വരികൾക്കിടയിലൂടെ ചരിത്രത്തിന്റെ ചില സൂചനകളിലൂടെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ തെളിവെടുക്കാം. കാരണം സമൂഹത്തിന്റെ അഭിപ്രായത്തിന് അവിടെ വില കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രണ്ടാമതായി നമുക്ക് ഇസ്ലാമിക ഖിലാഫത്തിൽ പിന്നീടുള്ള പല കാലഘട്ടങ്ങളിലും കാണാൻ കഴിഞ്ഞ മറ്റൊരു ശൈലി ഖലീഫ തന്നെ അടുത്ത ആളിന്റെ പേര് നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. ആ ഖലീഫ പേര് നിർദ്ദേശിക്കുമ്പോൾ ബന്ധുത്വം പരിഗണിച്ചില്ല എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ബന്ധുവിനെ ഒഴിവാക്കിയതിന്റെ കാരണം, പ്രധാനപ്പെട്ട ഒരു സഹാബിയെ ഒഴിവാക്കിയതിന്റെ കാരണം ബന്ധുവാണ് എന്നൊരു കാരണമായിരുന്നു. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞുവല്ലോ, ഒരു കൂട്ടത്തെ തിരഞ്ഞെടുത്തിട്ട് ഷൂറ കൗൺസിലിലൂടെയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കലിലൂടെയോ ഉള്ള മറ്റൊരു ശൈലിയും ഈ 4 ഖലീഫമാരുടെ സച്ചരിതരായ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇവിടെ ഇസ്ലാമിക ശൈലി എന്ന് പറയാൻ നമുക്ക് കഴിയുന്ന ചില ശൈലികളെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത്. ഇനി ഇതല്ലാത്ത ഏതെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ മാർഗങ്ങളുണ്ട്. അത് ഇസ്ലാമിക തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് വിരുദ്ധമാകാത്തിടത്തോളം നമുക്കതിൽ പങ്കാളികളാകുന്നതിൽ ഒരിക്കലും വിഷമമില്ല. ലോകത്തിന്ന് നിലവിലുള്ള ഈ ആധുനിക കാലഘട്ടത്തിലെ ഒരുപക്ഷെ രാജഭരണം അവസാനിക്കപ്പെട്ട ഇന്ത്യ മഹാരാജ്യം പോലെയുള്ള
ജനാധിപത്യ രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പിന്റെ സംവിധാനങ്ങൾ. തീർച്ചയായും മുസ്ലിമീങ്ങൾ അതിൽ പങ്കാളികളാകുന്നുണ്ട്. കാരണം നമുക്കതിൽ ഒരിക്കലും പങ്കാളികളാകാതിരിക്കേണ്ട ഒരു സാഹചര്യമില്ല. അതിൽ പങ്കാളികളാകണം എന്നുള്ളതിന്റെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ മാതൃരാജ്യം, നമ്മൾ ജനിച്ചു വളർന്ന രാജ്യം, നമ്മുടെ പൂർവികന്മാർ മർമാടപ്പെട്ട രാജ്യം, നമ്മളുടെ പൂർവികന്മാർ ജനിച്ച രാജ്യം, തീർച്ചയായും ഈ രാജ്യത്തിനോടുള്ള ഒരു ബാധ്യതയാണ്. ഈ രാജ്യത്തിന്റെ ഭരണനിർവഹണത്തിൽ ആര് കടന്നു വരണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള ജനങ്ങളുടെ അവകാശം, ആ അവകാശത്തിൽ നമ്മൾ കൂടെ പങ്കാളികളാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളാകട്ടെ, പാർലമെന്റ് ഇലക്ഷൻ ആകട്ടെ, നമ്മൾ ആ ഇലക്ഷനുകളിലെല്ലാം നമ്മുടെ പങ്കാളിത്തം അറിയിക്കാറുണ്ട്. അങ്ങനെ അറിയിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മുസ്ലിമീങ്ങളാണ്. ഒന്നാമതായും രണ്ടാമതായും നമ്മൾ മുസ്ലിമീങ്ങളാണ്, ദീനനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. ഇന്ത്യക്കാരായ നമ്മൾ, മുസ്ലിമീങ്ങളായ നമ്മൾ, നമ്മുടെ സംസ്കാരം വിട്ട് മറ്റൊരു ശൈലിയിലേക്ക് പോയാൽ, നമ്മുടെ ദീനിനെ നമ്മൾ കളഞ്ഞു പൊളിച്ചാൽ, നമ്മളിനി അത് അള്ളാഹുവിന്റെ മുന്നിൽ നാളെ കൈകെട്ടി നിന്ന് സമാധാനം പറയേണ്ടവരാണ് എന്ന് വിശ്വാസമുള്ള നമുക്ക് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ പോയാൽ അതിന് ഉത്തരം പറയേണ്ടി വരും. പ്രിയമുള്ളവരെ, പ്രധാനമായി ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന തെരഞ്ഞെടുപ്പിന്റെ ശൈലിയിൽ നമ്മൾ കണ്ടുവരുന്ന മോശമായൊരു പ്രവണത, എതിർ സ്ഥാനാർത്ഥിയെ പറ്റി, നമ്മളൊരു പാർട്ടിയുടെ വക്താവാണ്, മറുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തികളെ പറ്റിയിട്ട് ദുരാരോപണങ്ങൾ പറയുകയും വ്യക്തിഹത്യ ചെയ്യുകയും അവരെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നാണം കെടുത്തുകയും, ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ അഭിമാനത്തെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ സഹോദരങ്ങളിൽ പലരും ചെയ്യാറുണ്ട്. ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് തീർത്തും തെറ്റാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹും. വിശ്വാസികളെ വിളിച്ചിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം, ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗം ആളുകളെ പരിഹസിക്കരുത്. ഒരു പാർട്ടിക്കാരൻ മറ്റൊരു പാർട്ടിക്കാരെ പരിഹസിക്കരുത്. നിങ്ങൾ വോട്ട് പിടിച്ചോളിൻ, പക്ഷേ പരിഹാസം വേണ്ട, വ്യക്തിഹത്യ വേണ്ട. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം, നിങ്ങൾ അങ്ങനെ അപഹസിക്കരുത്. എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വലാ നിസാഉം മിൻ നിസാ, സ്ത്രീകളെ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഒരു പെണ്ണുങ്ങളുടെ വിഭാഗവും ഒരു പെണ്ണും മറ്റു പെണ്ണിനെ ഒരിക്കലും പരിഹസിക്കരുത്. ഒരു പക്ഷേ പരിഹസിക്കപ്പെടുന്നവർ നമ്മൾ ആരെയാണോ കളിയാക്കുന്നത്, ആരെയാണോ നമ്മൾ പരിഹസിക്കുന്നത്, പടച്ചവന്റെ മുന്നിൽ നമ്മളെക്കാൾ ഖൈർ അവർക്കായിരിക്കും, നമ്മളെക്കാൾ ഉത്തമർ അവരായിരിക്കും. അതുകൊണ്ട് പരിഹസിക്കരുത്. എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹും വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. കുത്തുവാക്കുകൾ പറയരുത്. നമ്മൾ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രവണത, കുത്തുവാക്ക് പറഞ്ഞുകൊണ്ട് എങ്ങനെ സ്ഥാനാർത്ഥിയുടെയും ഒപ്പമുള്ളവരുടെയും ആത്മവീര്യം നശിപ്പിക്കാമോ, അങ്ങനെയൊക്കെ അതിന് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ചെറിയ പ്രായം ഇങ്ങനെ ഓർത്തു പോകാറുണ്ട്. ചെറിയ പ്രായത്തിൽ ഒരു 4ഓ 5ഓ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായം, അന്ന് നമ്മുടെ നാട്ടിലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നിന്ന 2 സ്ഥാനാർത്ഥികൾ, രണ്ടുപേരും മുസ്ലിമീങ്ങളാണ്, രണ്ടുപേരും നിസ്കാരമുള്ളവരാണ്, രണ്ടുപേരും ദീനിയായ വേഷങ്ങൾ ധരിക്കുന്നവരാണ്, 2 സ്ത്രീകളാണ്. ആ 2 സ്ത്രീകൾ അതിൽ ഒരാൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ മറ്റേ പാർട്ടിയുടെ ആളുകൾ അന്ന് രാത്രിയിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം പറഞ്ഞതിന് ശേഷം ഒരു പ്രകടനം നടത്തി. ഞാൻ ഇന്നും ഓർത്തു പോവുകയാണ്, അന്ന് ട്രെൻഡായി നിന്നിരുന്ന, വൈറലായി നിന്നിരുന്ന ഒരു പാട്ടിന്റെ 4 വരി, അതിന്റെ പാരഡി എന്ന് പറയുമല്ലോ, അതിന്റെ അതേ ട്യൂൺ ഒപ്പിച്ചിട്ട് പരിഹസിച്ചുകൊണ്ടുള്ളൊരു പാട്ട്. ആ പാട്ട് ഇങ്ങനെ എല്ലാവരോടും പാടിക്കൊണ്ട് റോഡിൽ കൂടെ പ്രകടനം നടത്തിയ, വിജയാഹ്ലാദം നടത്തിയത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ആ വരികൾ എനിക്ക് കാണാപ്പാടമുണ്ട്. പാടാൻ പറ്റില്ലല്ലോ, അത് എഴുപത്തായി പോകുമല്ലോ. ആ വരികൾ എനിക്ക് കാണാപ്പാടമുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് കേട്ടുപഠിച്ച ആ വാക്കുകൾ, അതിൻ്റെ ഗൗരവം ആ സമയത്ത് അറിയില്ലായിരുന്നു. കാലമൊക്കെ കഴിഞ്ഞപ്പോഴും ആ പാട്ടുകളുടെ വരികൾ ചെറിയ പ്രായത്തിൽ പഠിച്ചതുകൊണ്ട് മറക്കാതെ ഓർമ്മയിലുണ്ട്. പക്ഷേ ആ 2 വരികൾ ഉണ്ടാക്കുന്ന അപകടവും ഗൗരവവും അതിൻ്റെ തെറ്റും തിന്മയും ഖുർആനും ഹദീസും പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. എത്ര വലിയ ഗൗരവമാണ്.
ആ പാട്ട് ഇന്നും എൻ്റെ മനസ്സിൽ ഒരുപക്ഷെ ചെറിയ പ്രായത്തിൽ കേട്ടത് കൊണ്ട് നിലനിൽക്കുന്നുണ്ട്. പടച്ചവന്റെ കോടതിയിൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കും, അല്ലേ? അങ്ങനെ തന്നെ നിലനിൽക്കും, അങ്ങനെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ പറയുന്നു, നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ ഇലക്ഷൻ നടക്കും, ആരെങ്കിലും വിജയിക്കും. എതിർ സ്ഥാനാർത്ഥിയെ പിന്നീടും പരിഹസിക്കാതിരിക്കുക, ഇപ്പോഴും പരിഹസിക്കാതിരിക്കുക, ഇപ്പോഴും കുത്തുവാക്ക് പറയാതിരിക്കുക, പിന്നീടും കുത്തുവാക്ക് പറയാതിരിക്കുക. അങ്ങനെ കുത്തുവാക്ക് പറഞ്ഞു എന്നതിന്റെ പേരിൽ, പരിഹസിച്ചു എന്നതിന്റെ പേരിൽ ഒരാൾക്കൊരു വോട്ട് കൂടുക, അങ്ങനൊന്നുമില്ലല്ലോ. നമ്മൾ ഭൂരിപക്ഷ ആളുകളും സ്വന്തമായി ചിന്തിക്കാനും കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനും അവരുടേതായ അഭിപ്രായ സ്വരൂപണം നടത്താനും ഒക്കെ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. നമ്മൾ കുത്തുവാക്ക് പറഞ്ഞ് പരിഹസിക്കുന്നതിന്റെ പേരിൽ നമുക്ക് വോട്ടിൽ കൂടുതൽ ലഭിക്കുക എന്നൊരു ചിന്തയെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വലാ നിസാഉം മിൻ നിസാ അസാ അയ്യകുന്ന ഖൈറൻ മിൻഹുൻ വലാ തൽമിസു അൻഫുസകും വലാ തനാമസു ബിൽ അൽഖാബ്. പരിഹസിക്കരുത്, കുത്തുവാക്ക് പറയരുത്, ഒരാളിനെ ഇരട്ടപ്പേരിട്ട് വിളിക്കരുത്. ഇപ്പോൾ ഈ ഇലക്ഷൻ ഒക്കെ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്കൊക്കെ അത്യാവശ്യം പേരുകളൊക്കെ വീണിട്ടുണ്ടാവും നാട്ടിൽ, അല്ലേ? തോറ്റു കഴിഞ്ഞാൽ പിന്നെ അതുകൂടെ ചേർത്തിട്ട് പറയും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ശൈലികളും അഥവാ ഖുർആനും ഹദീസുകളും അരുത് എന്ന് പറഞ്ഞ ദുർഗുണങ്ങൾ, മോശ ശൈലികൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ വിശിഷ്യ അതിന് ഏറ്റവും കൂടുതൽ പ്രചോദനവും സാഹചര്യവും ഉണ്ടാകുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അത് വോട്ടർമാരായ ഓരോരുത്തരും, സ്ഥാനാർത്ഥികളായ ഓരോരുത്തരും, വിശിഷ്യ പാർട്ടിക്കാരായ പ്രവർത്തകന്മാരായ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അടുത്തതായി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എന്നോട് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യ ഇന്നലെ നമ്മുടെ പൂർവികന്മാരായ ഒരുപാട് പേരുടെ രക്തം ചിന്തിക്കൊണ്ട് രൂപപ്പെടുത്തിയ ഒരു രാജ്യമാണ്. ഒരുപാട് ശുഹദാക്കൾ, ഒരുപക്ഷെ മുതഅല്ലിമീങ്ങളായ ആലിമീങ്ങളായ ഒരുപാട് ആളുകളുടെ ശരീരങ്ങൾ, മൃതശരീരങ്ങൾ കബന്ധങ്ങൾ പോലെ കൂടിക്കിടന്നിട്ട് അതിനെയെല്ലാം കൊണ്ടുപോയി ശുഹദാക്കളുടെ ലിസ്റ്റ് എടുത്ത് കൊണ്ടടക്കിയ ചരിത്രങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മോട് പറയാനുണ്ട്. ഒരുപക്ഷെ ജാലിയൻ വാലാബാഗ് പോലെ, വാഗൺ ട്രാജഡി പോലെയുള്ള നമ്മളുമായി ബന്ധപ്പെട്ട് അടുത്തു വരുന്ന ദുരന്തങ്ങളിൽ പോലും ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഈ ഉമ്മത്തിന്റെ ആളുകളാണ് കൂടുതലുള്ളത്. ഒരുപക്ഷെ വാഗൺ ട്രാജഡിയിൽ മുതഅല്ലിമീങ്ങൾ പോലും ഉണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരുപക്ഷെ ദാറുൽ ദയൂബത്തിന്റെ സ്ഥാപക ലക്ഷ്യം പോലും സ്വാതന്ത്ര്യ പോരാട്ടമാണ് എന്ന് പറയേണ്ടി വരുന്ന രീതിയിൽ അത്തരം ഫത്വകൾ പോലും ഇന്ത്യ മഹാരാജ്യത്ത് കടന്നു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നമ്മുടെ പൂർവികർ നേടിയെടുത്ത ഈ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യവും മതേതരത്വവും എന്ന സ്വഭാവം അത് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നവരെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതിന് വിഘടനമായി നിൽക്കുന്ന ആളുകൾ, അതിനെതിരെ നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, അല്ലേ? ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയും പശുവിനെ കൊന്നു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ പശുവിനെ കൊണ്ടുപോയി എന്നതിന്റെ പേരിൽ തലക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ചില പാർട്ടിക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി വീടുപണിയെടുക്കുന്ന, ദാസ്യവേലയെടുക്കുന്ന മുനാഫിക്കുകളുമുണ്ട്. ഒന്നാം തരം കപടവിശ്വാസികൾ. പേര് മുസ്ലിമിൻ്റെതായിരിക്കും, പക്ഷേ പ്രവൃത്തിയോ ഇങ്ങനെയുള്ള ശത്രുപക്ഷത്ത് ചേർന്ന് നിന്നിട്ട് ചെയ്യുന്നവർ. അങ്ങനെയുള്ളവർക്ക് വോട്ട് പോയിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിക്കാർക്ക് പോലും വോട്ട് കൊടുക്കുക എന്നുള്ളത് നിഫാഖിന്റെ അടയാളം എന്ന് പറയേണ്ടി വരുന്നു. ഒരു മതപഠന വിദ്യാർത്ഥി എന്ന നിലക്ക് അതൊരു നിഫാഖിന്റെ പ്രവർത്തനമാണ്, അതൊരു മുനാഫിക്കിന്റെ പ്രവർത്തനമാണ്. അത്തരം മുനാഫിക്കുകളിൽ നിന്ന് നമ്മുടെ നാടിനെ അല്ലാഹു കാക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത്, അങ്ങനെ ഇസ്ലാമിനെതിരെ നിൽക്കുന്ന, ഈ രാജ്യത്തിനെതിരെ നിൽക്കുന്ന, ഈ രാജ്യത്ത് മതവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഒരുപക്ഷെ ഒരു ന്യായവുമില്ലാതെ നീതി എന്നുള്ളത് ലവലേശം തൊട്ടു തീണ്ടാതെ ഈ രാജ്യത്തെ മത ആരാധനാ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളും പള്ളികളും സാധുക്കളുടെ വീടുകളും ബുൾഡോസർ രാജിലൂടെ ഇടിച്ചു നിരത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് വോട്ട് കൊടുക്കാതിരിക്കാനും അങ്ങനെയുള്ള ആളുകൾ വരാതിരിക്കാൻ നമ്മൾ ഏതൊക്കെ രീതിയിൽ ആർക്ക് വോട്ട് കൊടുക്കണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് നമ്മൾ കുത്തുന്ന ഈ വോട്ടുണ്ടല്ലോ, നമ്മൾ തൊടുന്ന, നമുക്ക് നാളെ പടച്ചവന്റെ മുന്നിൽ സാക്ഷി നിൽക്കേണ്ടി വരുന്ന ഈ വിരല്, ആ വിരല് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആരാധനയുടെ ഭാഗമായി ചെയ്യേണ്ടി വരുന്ന, ഒരു അമലിന്റെ ഭാഗമായി ചെയ്യേണ്ടി വരുന്ന ഓരോ കാര്യങ്ങളും പടച്ചവന്റെ മുന്നിൽ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് സാക്ഷിയായി നിൽക്കുമെന്ന് പഠിച്ച നമ്മൾ
നമ്മൾ കുത്തുന്ന വോട്ടും ഇങ്ങനെയുള്ള ആളുകൾക്കോ അവരെ സഹായികളായി വരാൻ സാധ്യതയുള്ളവർക്കോ ആകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിമീങ്ങളായ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകേണ്ടത്, എന്തൊക്കെ വിഷയങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, ഇസ്ലാമിക സമൂഹത്തിന്റെ ഇന്നലകളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് ഖലീഫമാരുണ്ടായിട്ടുണ്ട്, ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. ആ ഭരണാധികാരികൾ എങ്ങനെയാകണം എന്നുള്ള നിർദ്ദേശം വിശുദ്ധമായ ഖുർആനിലെ ഹദീസുകൾ നൽകിയിട്ടുണ്ട്. നോക്കി നിങ്ങൾ, ഒരു ഭരണാധികാരി എങ്ങനെയാകണം? ഒരു ഭരണാധികാരി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർദ് ഇന്നി ഹഫീദുൻ അലീം. ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർദ് ഇന്നി ഹഫീദുൻ അലീം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റിയിട്ട് പറയുന്ന കൂട്ടത്തിൽ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, യൂസുഫ് നബി പറഞ്ഞു, ഭൂമിയുടെ ഖജനാവുകളുടെ സൂക്ഷിപ്പ് സ്വത്ത് അത് നീ എന്നെ ഏൽപ്പിക്കപ്പെടച്ചവനെ. ഭൂമിയുടെ ഖജനാവുകളുണ്ടല്ലോ, അതിന്റെ സൂക്ഷിക്കാനുള്ള ഒരു കാവൽക്കാരനായി നീ എന്നെ ഏൽപ്പിക്ക്, എനിക്ക് നൽകു. അങ്ങനെയാണ് എങ്കിൽ ഇന്നി ഹഫീദുൻ അലീം, രണ്ട് ഗുണങ്ങൾ ഞാൻ സൂക്ഷിക്കാം. ഒന്ന്, ഹഫീദാകും ഞാൻ. ഹഫീദ് എന്നതിന് മലയാളത്തിൽ നമുക്ക് സംരക്ഷിക്കുന്നവൻ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട്, അലീം, നല്ല അറിവുള്ള വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഇതിന്റെ വ്യാഖ്യാനം എന്ന് ഖുർആന്റെ തഫ്സീർ നോക്കണം. ഇജ്അൽനി അലാ ഖസാഇനിൽ അർദ്, അല്ലാഹുവേ നീ ഭൂമിയുടെ അധികാരം എന്നെ ഏൽപ്പിച്ചാൽ, അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ഭരണം അല്ലാഹു നൽകി കഴിഞ്ഞാൽ എങ്ങനെയാകും ഞാൻ എന്നത് യൂസുഫ് നബി തന്നെ പറയുകയാണ്. രണ്ട് ക്വാളിറ്റി ഞാൻ സൂക്ഷിക്കും. ഓരോ ഭരണാധികാരികളും, ഓരോ സ്ഥാനാർത്ഥികളും, ഓരോ പാർട്ടികളുടെ വക്താക്കളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണത്. അത് പഞ്ചായത്തിന്റെ ഭരണമാകട്ടെ, മുനിസിപ്പാലിറ്റിയുടെ ഭരണമാകട്ടെ, മഹല്ലിന്റെ ഉത്തരവാദിത്വമാകട്ടെ, പരിപാലനമാകട്ടെ, ഇമാമാകട്ടെ, ആരാകട്ടെ, ഒരു സംഘടനയുടെ നേതൃത്വമാകട്ടെ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഇന്നി ഹഫീദുൻ അലീം. കൃത്യമായി നമ്മൾ അതിനെ സംരക്ഷിക്കണം. കാണാൻ കഴിയും തഫ്സീറുകളിൽ ഹഫീദ് എന്ന് പറഞ്ഞാൽ ഐ ഹഫീദുൽ ലിൽ ഖസാഇനി അലൈഹിം ലിവുജൂഹി മസാലിഹിയ, സമ്പത്തിനെ അതിന്റെ ഗുണകരമായ നിലയിൽ ചെലവഴിക്കാൻ, സംരക്ഷിക്കാൻ കഴിയണം. അതാണ് ഹഫീദ് എന്നതിന്റെ ഒരു വ്യാഖ്യാനം. വഖീല ഹഫീദുൽ ലിമാ ഇസ്തൗദഅതനി അലൈഹിം ബിമാ വല്ലൈതനി, എന്നെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ ഒരു സംരക്ഷകനായി നിലകൊള്ളും എന്നുള്ളതും അതിലൊരു തഫ്സീറായി നൽകപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുക എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശദീകരിക്കാം. രണ്ടാമതായി, ഒരു ഭരണാധികാരിക്ക്, ഒരു ഖലീഫയ്ക്ക്, ഒരു അമീറിന്, ഒരു നേതാവിന്, ഒരു ഇമാമിന്, ഒരു മെമ്പർക്ക്, ഒരു പ്രസിഡന്റിന് ഉണ്ടാകേണ്ട മറ്റൊരു ക്വാളിറ്റി അലീം. ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, ഏറ്റെടുത്ത കാര്യങ്ങൾ, അതിൽ ആഴത്തിലുള്ള അറിവുണ്ടാകണം, ഉൾക്കാഴ്ചയുണ്ടാകണം, ദീർഘവീക്ഷണം ഉണ്ടാകണം. ശരിക്കും ആലോചിച്ച് നോക്കെ, കറങ്ങി നടന്ന ഒരാള് അയാളെ പിടിച്ചിട്ട് പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് കരുതിക്കോളെ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് അയാൾ വന്നു, തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ വിഷയത്തിൽ ഒരു അറിവുമില്ലാത്ത ആളാണെങ്കിൽ ആ നാട് പൊട്ടിച്ചോടായി അല്ലേ? ഇന്നലെ വരെ എങ്ങനെ ഭരിക്കണമെന്നറിയില്ല, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നറിയില്ല, ഒരു റോഡ് പഞ്ചായത്തിൽ വരണമെങ്കിൽ അതിന് ഏത് രീതിയിലൊക്കെ ഇടപെടണമെന്നറിയില്ല. അങ്ങനെയുള്ള ഒരു വസീറത്തുമില്ലാത്ത, അഥവാ ഇന്നി ഹഫീദുൻ അലീം എന്നതിന്റെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് ഞാൻ പറയുക. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത, ഇതിനെ പറ്റിയിട്ട് ഒരു അറിവുമില്ലാത്ത ഒരാളെ പിടിച്ച് ആ സ്ഥാനത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് മുടിഞ്ഞു എന്ന് പറയാം അല്ലേ? മഹല്ലിന്റെ പ്രസിഡന്റ്, മഹല്ലിന്റെ സെക്രട്ടറി, ഇതുമായിട്ടൊന്നും ഒരു അൽമുമില്ലാത്ത ഒരാളെ പിടിച്ചേൽപ്പിച്ചാലോ, അള്ളാഹു എന്ന് പറയാൻ പോലും, ഹംദും സലാത്തും പറയാൻ പോലും, മൈക്കിന്റെ മുന്നിൽ കയറി നിന്നിട്ട് ഒരു അള്ളാഹു എന്ന് കൃത്യമായി പറയാൻ പോലും, ബിസ്മില്ല പറയാൻ പോലും അറിയാത്ത ഒരാളെ പിടിച്ച് പള്ളിയുടെ പ്രസിഡന്റാക്കി എങ്ങനെ ഇരിക്കും? ആ മഹൽ അതോടുകൂടി കുളമായി. ഇതാണ് പറഞ്ഞത് ഇന്നി ഹഫീദുൻ അലീം. രണ്ട് ക്വാളിറ്റി ഉണ്ടാകണം. ഒന്ന്,
ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ട്, ഈ വിഷയത്തിൽ അറിവുണ്ടാവുക എന്നുള്ളതാണ്. അതേപോലെ പ്രധാനമാണ് ഇതിൻ്റെ സംരക്ഷണം. കൊടുക്കുന്ന ഫണ്ടൊക്കെ കുറച്ച് വീട്ടിലേക്കും കൂടെ ചെലവഴിക്കുന്നവർ അല്ലേ, റോഡിൻ്റെ വികസനം വരും, വീടിൻ്റെ മുന്നേ വരെ മാത്രം, അങ്ങോട്ടില്ല. അങ്ങനെയൊക്കെ ഇല്ല ചില പഞ്ചായത്തുകളിൽ. എൻ്റെ വീടിൻ്റെ, എൻ്റെ സ്വത്തിൻ്റെ, അല്ലെങ്കിൽ എനിക്ക് കിടക്കുന്ന പ്രോപ്പർട്ടിയുടെ അടുക്കിലൂടെ ഒരു വഴി കടന്നു പോകാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയോ, ഹൈവേ തന്നെ വേണമെങ്കിൽ അതുവഴിയാക്കും അല്ലേ. ഒരു പുതിയ ഹൈവേ സർക്കാർ പ്രഖ്യാപിച്ചു, എന്നാൽ പിന്നെ എൻ്റെ പ്രോപ്പർട്ടി അവിടെ കിടപ്പുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകാൻ വഴി. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ കാഴ്ചപ്പാട് വെച്ച് നോക്കിയാൽ ആ ക്വാളിറ്റി ഉള്ളവരെ അല്ല. ഉമ്മത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഭരണീയർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്ന ഒരു ഖലീഫ, ഒരു ഭരണാധികാരി. മാത്രമല്ല സഹോദരങ്ങളെ, നിങ്ങൾ നോക്കി, ഇസ്ലാമിക ഖിലാഫത്ത് എന്നൊരു പദം തന്നെ ഇസ്ലാമിൽ ആദ്യ കാലഘട്ടങ്ങളിൽ അമീർ എന്ന് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല, ഖലീഫ എന്നാണ് ഉപയോഗിക്കപ്പെട്ടത്. എത്ര മനോഹരമായ വാക്കാണ് അല്ലേ, എത്ര മനോഹരമായ വാക്കാണ്. ഖലീഫ എന്ന് പറഞ്ഞാൽ, ഒരാൾ ഖിലാഫത്ത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരു പ്രാതിനിധ്യം എന്ന വാക്കിന്